രാഘവട്ടം കണ്ടോ? ഇന്നൊരു 4 അടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം 3 മനുഷ്യനോട് പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കള് ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും. ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുകയല്ലേ. എന്റെ ബലമായ സംശയം ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണിയെ ഇറക്കി തൊഴുത്തി കിടത്തുവന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം. ഇനി വരട്ടെ. സ്വയംഭം സാധനം. ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ? ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വന്നിട്ട്. അല്ല ഇത് തേനാണ്. അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. ഇന്നലെ കുടിച്ചല്ല. ശരി മാളൂട്ടി ആരോടും പറയരുതേ. മോൾക്കച്ചൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും. പറയോ? അച്ഛന്റെ മോള് തന്നെ. കൈയൊന്നും വേണപ്പോ. എന്തോന്നാ? എന്തുവാ ഇത്? അച്ഛൻ അവിടെ ഇരുന്ന് കുടിക്കുന്നോ? എന്ത് കുപ്പിന്ന്? ഇവിടെ വാടാ. പൊളിച്ച് കളിക്കുന്നോ? ഇവിടെ വാടാ. വിളിക്കണേ. ഒരാളല്ല രണ്ടും. ഇത്തിരി വിട്ട് നിന്നാ മതി. ഇവിടെ വരാൻ. അതൊരു പ്രത്യേകതരം വാഴയാ. 6ാം മാസത്തിൽ കായ്ക്കണതാ. ഞാൻ നട്ടതാ. ഇങ്ങോട്ട് പാടാ. വാ. നാട്ടല്ലേ എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? എടാ രാഘവ, ഇവിടെ വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നെന്ന്? പരൽമീന്. ഉണ്ണിക്ക് പരൽമീനെ കാണണമെന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ. ഇതൊന്ന് ഊതിക്കേ. ഊതടാ. ഇവിടെ വാടാ. ഞാൻ പറയാതെ പോന്നോ? ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ അടുത്ത് വന്ന് നിക്കാൻ. ഊത ഊതാൻ. അകത്തോട്ടല്ല, പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതാൻ. മുഖത്തോട്ട് ഊതടാ. ആഹാ, അത്രയ്ക്കായോ? നിന്നെ ഈ കള്ളച്ചോറ് നിന്ന് ചോടാ ഇവിടെ. നീ വാടാ. രണ്ടിനും ഞാനിത് നോക്കി. മടിയ നീ എന്റെ വിറ്റത്തിന്റെ കള്ളു കുടിക്കോടാ. നിന്നെ ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ, എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. സന്ധിക്കുമ്പോ എത്തും. എന്തിന്? മോടെ രാജ്യത്ത് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? ചില്ലിട്ട് വെക്കാനാണോ? പാസ്പോർട്ടിന്റെ കാര്യത്തിന് ആവശ്യമുണ്ടേ. ഓ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ? അല്ല, അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്. അതവനൊരു സൗകര്യാക്കി. അല്ല, ഇത്രയും നാളെ ഈ ഇളക്കം ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു. രാജി എന്താ അത്? അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. പോകുന്നും പോവാതിരിക്കുന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. രാജി പ്ലീസ്.
അച്ഛാ മോളെ, മാളൂട്ടി എവിടെ? മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ആ, ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി. മോളെ, നീ നട്ട മാവ് ഇക്കൊല്ലം കായ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണി എവിടെ? പുറത്തു പോയിരിക്കുക. അച്ഛൻ വരൂ. ആരാ? ഞാനാ, ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്. ഗോവിന്ദനാരി വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ. ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടിപൂർത്തിയാ നാളെ. അതിനാ ഉണ്ണി വന്നത്. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ, എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, വല്ലതുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാവും വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. ഓ, ശരി. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എവിടെ പോയി. പോവേ? ഏറുപമ്പരം കളിക്കേ. സ്വാമി നോക്കിക്കോ. എന്താ അത്ര ചിരിക്കാൻ? എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാടിനെ പറ്റി ഒന്നും ചങ്ങുമ്മാൻ പറയണ്ട. ദേഹണ്ണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്ക്. എന്താ? എടാ രാഘവ, ദഹന്നപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ദേഹണ്ണപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല. പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പൂതു. ആര് പറഞ്ഞ? പെണ്ണുമ്പിള്ളേ, ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തേ. ഇപ്പൊ തന്നെയല്ലേ ഇയാൾക്ക് ഒരു പാട്ട വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്. ഇയാളത് കുടിക്കുക. കുഞ്ഞേ, കുഞ്ഞേ, കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരൂ. നീ ഒരു മാണിപ്പഴം എടുത്തേ. ഇത് നാളത്തേക്കുള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ? പഴത്തിന്റെ എരുവുമ്പുളി നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി കേട്ടോ. എന്നെ പെങ്ങളെ പറ്റിയാൻ വേണ്ടി പോന്നേക്കാ. വിഷകവി, മഹാകവി കുഞ്ഞുകുട്ടത്തമ്പലല്ലേ? കുഞ്ഞുത്തമ്പലാന്റെ ചേട്ടൻ ഞാൻ. കുട്ടി കുട്ടി എന്തിനാ ഉറക്കൊളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നോളൂ. അതെ, ഒന്ന് അമർത്തി ചെലവിക്കോളൂ.
ചിരവയ്ക്ക് വേദന ഒന്നും എടുക്കില്ല.